കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ നാം ജയിക്കും. അത് നമ്മുടെ വിശ്വാസത്താൽ തന്നെയാണ്. നാം ലോകത്തെ ജയിച്ചതായ വിശ്വാസം ഉറപ്പിച്ച് വിശ്വാസത്തിലൂടെ നാം ഡിക്ലെയർ ചെയ്യുന്നത് ആയ ആഴ്ചയാണിത്. നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്നും നാം ഓരോ പോരാട്ടത്തിലൂടെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാകാം. നാം ഒറ്റപ്പെട്ട പോലെ നമുക്ക് തോന്നിയേക്കാം. ഇതൊരിക്കലും മാറുകയില്ല, വളരെ കാലമായി ഞാനിത് അനുഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ സ്വയം പറഞ്ഞേക്കാം. പരാതിപ്പെടാനും നിരുത്സാഹപ്പെടാനും നമുക്കിതിനെ മറികടക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ ചിന്തിപ്പാനും നമുക്ക് തോന്നിയേക്കാം. നാം ഒരിക്കലും ആ കെണിയിൽ വീണരുത്. ഇപ്പോൾ എന്നത്തെക്കാളും ഉപരിയായി നാം വിശ്വാസത്തിൻ്റെ ഒരു പോരാട്ടത്തിലാണ്. ആ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിന് ഒരു ജയത്വൻ്റെ ഗീതമാണ് നമുക്ക് ആവശ്യം. സംശയങ്ങൾക്കിടയിലും നാം വിശ്വാസം പ്രഖ്യാപിക്കുന്നു. പരാതിപ്പെടേണ്ട സാഹചര്യത്തിലും നാം ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷാമകാലത്തും ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് നാം സംസാരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം തേടുന്നത്. പ്രശ്നങ്ങളെ വലുതാക്കി ഒരിക്കലും കാണുകയില്ല. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മുടെ മുൻപിൽ നാം ചെറുതാക്കി കാണിക്കരുത്. നമ്മുടെ ദൈവത്തെ നാം ഏറ്റവും വലുതായി കാണിക്കുക, അനുഭവിക്കുക, അത് സംസാരിക്കുക. അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് നാം അധികമായി സംസാരിക്കുക. അങ്ങനെയാണ് നാം നമ്മുടെ പൂർണ്ണമായ കഴിവിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ ആരായിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതായി തീരാൻ നാം ഈ പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ വിജയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്തുതിയുടെയും നാം പോരാട്ടത്തിൻ്റെ ഗീതം മുഴക്കുക. പിതാവേ, അങ്ങേപ്പോലെ മറ്റാരുമില്ല എന്നതിന് നന്ദി. അവിടുത്തെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു. ഈ പ്രതിസന്ധി താൽക്കാലികം മാത്രമാണ്. വിജയം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. വിശ്വാസത്താൽ ഞാൻ ഇതിനെ അതിജീവിക്കും. ഇതിനോടനുബന്ധമായി നമുക്കൊരു പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അവിടുന്ന് എൻ്റെ എല്ലാ നിലയിലുമുള്ള ദൈവമായതിനാലും യേശുക്രിസ്തുവിലൂടെ എന്നെ ഒരു പുതിയ സൃഷ്ടിയായി ആക്കിയതിനാലും നന്ദി കർത്താവേ. എനിക്ക് അവിടുത്തെ ആത്മീയ സ്പിരിച്വൽ DNA ഉണ്ടെന്നും ലോകത്തെ ജയിക്കാനും വിജയത്തിൽ ജീവിക്കാനുമാണ് ഞാൻ ജനിച്ചതെന്നും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ഞാൻ വിജയിക്കുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ദിവ്യനാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.